നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. വടക്കാഞ്ചേരി നഗരസഭ ഇടതുഭരണത്തിൽ അഴിമതി വ്യാപകമായതായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് കുമാർ. വയനാടിനോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയിൽ AIYF പ്രവർത്തകർ മണ്ണുത്തിയിൽ പ്രതിഷേധിച്ചു. തൃശൂർ DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റിനെ UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ പ്രഖ്യാപിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി ഏരിയ ഒല്ലൂക്കര യൂണിറ്റ് സമ്മേളനം ഒല്ലൂക്കര ബാങ്ക് ഹാളിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി നഗരസഭ ഇടതുഭരണത്തിൽ അഴിമതി വ്യാപകമായതായി നഗരസഭയ്ക്ക് ലഭിച്ച വികസന ഫണ്ട് ഉൾപ്പെടെ 100 കോടി രൂപയോളം ഭരണസ്തംഭനവും കെടുകാര്യസ്ഥതയും മൂലം പാഴായി എന്ന് UDF ആരോപണം. നഗരസഭയിലെ സ്ട്രീറ്റ് ലൈറ്റ് റിപ്പയർ, കുടിവെള്ള വിതരണം, കോവിഡ് പ്രതിരോധം, പ്രളയ ഫണ്ട് വിനിയോഗം തുടങ്ങി എല്ലാ കാര്യത്തിലും കൃത്യമായ രേഖകളില്ല. അഡ്വാൻസ് നൽകിയ ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കില്ല. നഗരസഭയ്ക്ക് ലഭിക്കേണ്ട 3 കോടിയിലധികം നികുതി പണം ഭരണകർത്താക്കളുടെ നേട്ടക്കുറവ് മൂലം നഷ്ടപ്പെട്ടു. നഗരസഭാ കെട്ടിടങ്ങൾ ബിനാമി പേരിൽ ടെൻഡർ നൽകി കരാറുകാർ മേൽ വാടകയ്ക്ക് ലക്ഷങ്ങൾ തട്ടുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ 9 വർഷത്തെ ഇടതുഭരണത്തിനെതിരായ കുറ്റപത്രമാണ്. എടുത്തു പറയാവുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. മുൻകാലങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകൾ പൂർത്തിയാക്കിയ നിരവധി പദ്ധതികളെ അവഗണിച്ചു. വളരെ പ്രതീക്ഷയോടെ രൂപീകരിച്ച വടക്കാഞ്ചേരി നഗരസഭയെ തകർത്ത് തരിപ്പണമാക്കിയ ഇടതുഭരണത്തിനെതിരെ 10ാം വാർഷിക ദിനമായ ഡിസംബർ 21 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഡിസംബർ 21-ന് വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് കുമാർ, വൈസ് ചെയർമാൻ SAA ആസാദ്, ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ, CH ഹരീഷ് എന്നിവർ പങ്കെടുത്തു. നഗരസഭ ഭരണം 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ വരുന്ന ഡിസംബർ 21-ന് 4 വർഷം പൂർത്തിയായ 5ാം വർഷത്തിലേക്ക് കിടക്കുക. വടക്കാഞ്ചേരി നഗരസഭയിൽ ഇടതുപക്ഷ ഭരണം 10ാം വർഷത്തിലേക്ക് കിടക്കുക. വടക്കാഞ്ചേരി നഗരസഭ രൂപീകൃതമായ അന്ന് തൊട്ട് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഈ 10 വർഷം വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള, അല്ലെങ്കിൽ നഗരസഭയായി വന്നതിന് ശേഷം ഒരു നഗരസഭ എന്നുള്ള രീതിയിൽ വളർത്തുന്നതിന് ആവശ്യമായ ഒരു പ്രവർത്തനവും വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നിട്ടില്ല. ഇപ്പം കഴിഞ്ഞ 9 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് സാധാരണ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വന്നാൽ എല്ലാ നഗരസഭാ യോഗത്തിൽ വെക്കണം, വാർഡ് സഭയിൽ വെക്കണം. പക്ഷേ ഇത് 6000 രൂപ വിവരാവകാശം കൊടുത്തിട്ട് എടുത്തതാണ്. ഒരു നഗരസഭാ കൗൺസിലറായ എനിക്കും അല്ലെങ്കിൽ എൻ്റെ സഹ കൗൺസിലർമാർക്കും ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടാൻ വിവരാവകാശം വെച്ചെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ നഗരസഭയിലെ സ്ഥിതി. തുടക്കം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ആദ്യത്തെ വർഷം 2,60,00,000 രൂപ നഗരസഭാ ഫണ്ട് ലാപ്സായി. അതിനുശേഷം ഇങ്ങോട്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഉൾപ്പെടെ നഗരസഭയ്ക്ക് അനുവദിച്ച വികസന ഫണ്ടും മറ്റ് ഗ്രാൻറ്റുകളും 60% കൂടുതൽ ചെലവാക്കാൻ ഈ നഗരസഭയ്ക്ക് കഴിയില്ല. അപ്പോൾ ഏകദേശം 20 കോടി രൂപയോളം വികസന ഫണ്ടും നിരവധി മറ്റ് ഗ്രാൻറ്റുകളുമായി നഗരസഭയ്ക്ക് നഷ്ടം വന്നു. ഈ 20 കോടി രൂപ എന്ന് പറയുന്നത് വടക്കാഞ്ചേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ പണമല്ല എന്ന് നമുക്കറിയാം. 20 കോടി രൂപ കിട്ടിയ കാശ് ലാപ്സായി. അതുപോലെ തന്നെ നഗരസഭ എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര പദ്ധതികളിൽ നിന്ന് നേരിട്ട് പണം ലഭിക്കാൻ സാധ്യതയുള്ളതാണ് നഗരസഭ. ആ നഗരസഭയിൽ നബാർഡ് ഫണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതുവരെ ഒറ്റ പ്രോജക്റ്റ് പോലും അംഗീകാരം വാങ്ങി നിർവഹിക്കാൻ കഴിഞ്ഞില്ല. കോടിക്കണക്കിന് രൂപയാണ് നബാർഡിൻ്റെ ഫണ്ടിൽ നഗരസഭയ്ക്ക് ലഭിക്കേണ്ട പണം
പദ്ധതികൾ സമയത്തിന് കൊടുക്കാത്തത് മൂലം ഇല്ലാതായത്. അതുപോലെ തന്നെയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഇപ്പം 5 കോടി രൂപയാണ് ലാപ്സായത്. കൃത്യമായ കണക്കുകളില്ലാതെ സർക്കാരിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ അതേ ശതമാനത്തിൽ നഗരസഭാ വരുമാനം എത്തണം. ഇതൊക്കെയാണ് ഈ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് കിട്ടാനുള്ള ഇത്. വസ്തുനികുതി പരിഷ്കരണം പോലും ഇതുവരെ 9 വർഷം കഴിഞ്ഞിട്ടും പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു നഗരസഭ. കുടിശ്ശികയുള്ള നികുതി കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 25 ലക്ഷത്തിലധികം രൂപ കുടിശ്ശികയാണ്. കോടിക്കണക്കിന് രൂപ വടക്കാഞ്ചേരി നഗരസഭയിലെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. അത് പിരിച്ചെടുക്കാത്തത് മൂലം നഗരസഭയുടെ വരുമാനം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വാർഷിക വരുമാനത്തിൻ്റെ ആനുപാതികമായി കൂടിയിട്ടില്ല. അത് അങ്ങനെ കൂടിയ നഗരസഭകൾക്ക് മാത്രമേ ഈ ഗ്രാന്റ് കിട്ടുള്ളൂ. കേരളത്തിലെ നഗരസഭകളിൽ 25 നഗരസഭയ്ക്കാണ് അത് ലഭിക്കാതിരുന്നത്. പക്ഷേ 20 നഗരസഭകളും കണക്ക് ശരിയാക്കി കളക്ഷൻ എടുത്ത് കൊടുത്ത് അവരത് വാങ്ങിച്ചു. വയനാടിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ AIYF പ്രവർത്തകർ മണ്ണുത്തിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വയനാട് ദുരിതബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ AIYF ദേശവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണുത്തിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മണ്ണുത്തി സെന്ററിൽ നൈറ്റ് മാർച്ച് AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ ഉദ്ഘാടനം ചെയ്തു. ജിനേഷ് PG അധ്യക്ഷനായി. അഖിൽ PS, CPI ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി അംഗം MK ഗോപാലകൃഷ്ണൻ, സനിൽ വാണിയമ്പാറ, രമ്യ രാജേഷ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അഭിലാഷ് പൂച്ചട്ടി, രഞ്ജിത്ത് KB, മനോമോഹൻ എന്നിവർ നേതൃത്വം നൽകി. ഒന്ന് തിരിഞ്ഞു നോക്കാനോ പാക്കേജ് പ്രഖ്യാപിക്കാനോ നഷ്ടപരിഹാരം തരാനോ തിരിച്ചുപിടിക്കാനോ ഈ നാടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനോ ഈ സംഘപരിവാർ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നതാണ് ഈ വർത്തമാനകാല ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും വലിയ പോരാട്ടങ്ങളുമാണ് ഈ കേരളത്തിലുൾപ്പെടെ ഇന്ത്യയുടെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ ഈ ദേശീയ പ്രക്ഷോഭത്തിലൂടെ സംഘടിപ്പിക്കുന്നത്. മറ്റൊരു വിഷയം കൂടി ഞങ്ങൾ ഈ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഉയർത്തിക്കാണിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, 2014 നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ കയറിയ നാൾ മുതൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ചങ്ങാളിത്ത മുതലാളിത്തത്തെ കുറിച്ച്. ചങ്ങാളിത്ത മുതലാളിത്തം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ മുന്നിൽ 2014 അധികാരമേൽക്കാൻ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും കൂടി അദാനി എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ വിമാനത്തിൽ കയറി പോയ ഒരു പടം കാണിച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ ചങ്ങായിത്ത മുതലാളിത്തത്തെ കുറിച്ച് ആദ്യം ഓർമ്മ വരും. നമുക്കറിയാം, ഗുജറാത്തിലെ ഒരു സാധാരണക്കാരനായ ഒരു സമ്പന്നൻ പിന്നീട് ലോക ഭൂപടത്തിൽ 10 സമ്പന്നന്മാരിൽ ഒരാളായി മാറിയ കഥകൾ നമുക്കെല്ലാം അറിയാം. ഈ ഇന്ത്യ മഹാരാജ്യത്തെ കാറ്റും കരയും മണ്ണും വിണ്ണും ഭൂമിയും കൽക്കരിയും പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം തന്നെ കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്ത്, താങ്കൾക്ക് ഒത്താശ പാടുന്ന ആളുകൾക്ക് തീരെഴുതി കൊടുത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ അദാനിക്ക് കീഴിൽ വെക്കുന്നത് നാം കണ്ടതാണ്. 2023-24 അധ്യയന വർഷത്തിൽ പട്ടിക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നു. SSLC, +2, VHSC, ഡിപ്ലോമ, TTC, പോളിടെക്നിക്, ബിരുദ കോഴ്സുകൾ, പ്രൊഫഷണൽ ബിരുദ കോഴ്സുകൾ, ബിരുദാനന്തര ബിരുദം, അതിനു മുകളിൽ കോഴ്സുകൾ, പ്രൊഫഷണൽ ബിരുദാനന്തര ബിരുദം, അതിനു മുകളിലുള്ള കോഴ്സുകൾ എന്നിവയുടെ വർഷാന്ത്യ പരീക്ഷകളിൽ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ നേടി വിജയിച്ച പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രോത്സാഹനമായി ക്യാഷ് അവാർഡ് നൽകുന്നു. അപേക്ഷയുടെ ഹാർഡ് കോപ്പി ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാക്കണം. ഡിസംബർ 31 വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 236031. തൃശൂർ മണ്ണുത്തി കൈലാസനാഥ സ്കൂളിലെ അയാൻ ആദം ബാബു എന്ന മോണ്ടിസോറി ഗ്രേഡ് 1 പഠിക്കുന്ന കുട്ടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയത് എങ്ങനെയെന്ന് കാണാം. അയാൻ ആദം ബാബുവിന്റെ മാതാപിതാക്കൾ സൗദിയിലാണ്. കുട്ടിയെ പരിപാലിക്കുന്നത് പിതാവിന്റെ അമ്മയാണ്. അവർ പരിശീലിപ്പിച്ചത് ഇങ്ങനെ വിവരിക്കുന്നു. ഇനി കുട്ടിയോട് ചോദിക്കാം. ഇവൻ 2.5 വയസ്സ് മുതലാണ് ഇവനിങ്ങനെ ഫ്ലാഗുകൾ കണ്ട് രാജ്യങ്ങൾ പറയാനുള്ളൊരു കഴിവ് 2 വയസ്സ് മുതൽ അവൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ കാണുമ്പോൾ ഏത് രാജ്യങ്ങളാണെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തൊട്ട് കാണിച്ചു തരായിരുന്നു.
അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞാൻ ഏഷ്യൻ കൺട്രീസിലെ എല്ലാ ഫ്ലാഗുകളും വരുത്തി. അത് അവൻ വേഗം തന്നെ പഠിച്ചു. പിന്നെ വേൾഡിലുള്ള ഫ്ലാഗ്സുകളെല്ലാം വരുത്തിച്ച് അവൻ അതിൻ്റെ ഫ്ലാഗ്സും ക്യാപിറ്റലും പഠിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലവന് 195 രാജ്യങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗുകളും കണ്ടാൽ അത് പറയും. പിന്നെ അതിൻ്റെ ക്യാപിറ്റൽസും അവന് പറയാനുള്ള കഴിവുണ്ട്. പിന്നെ അവന് മാപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു രാജ്യം ഇന്ന സ്ഥലം ഏത് ഗ്ലോബിൽ എവിടെ കണ്ടാലും അവൻ രാജ്യം കണ്ടുപിടിച്ച് പറയും. മാപ്പിലായാലും അവനത് കണ്ടെത്തി പറയാനുള്ള കഴിവ് അവനുണ്ട്. എത്രയാണ് 2 വയസ്സ് മുതലാണ് അവന് ഈ കഴിവ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവൻ്റെ പപ്പയും മമ്മയും സൗദിയിലാണ്. അമ്മ നേഴ്സാണ്. അപ്പൻ റോബിൻ അവിടെ തന്നെ സൗദിയിൽ തന്നെ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവൻ ഇവിടെ എൻ്റെ അടുത്ത് 1.5 വയസ്സുള്ളപ്പോൾ ഇവൻ ഇവിടെ ആക്കി പോയതാണ്. അപ്പം ഞാൻ തന്നെയാണ് ഇതെല്ലാം പഠിപ്പിച്ചതും ഈ കഴിവുകളൊക്കെ കണ്ടെത്തിയതും. തൃശൂർ DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റ്, UDF ചെയർമാനായി TV ചന്ദ്രമോഹൻ. പ്രഖ്യാപനം ഇന്ന്. നിർണായകമായത് തുടരാനാവില്ലെന്ന VK ശ്രീകണ്ഠന്റെ അന്ത്യശാസനം. K മുരളീധരൻ അനുകൂലികളുടെ സസ്പെൻഷനും പിൻവലിച്ചു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, കമോഡിറ്റി ട്രേഡിംഗ് എന്നിങ്ങനെ പല പേരുകളിൽ 250 കോടിയിലധികം തട്ടിയെടുത്ത CPMന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കേരള ബാങ്കിന്റെ സീനിയർ മാനേജറായി വിരമിച്ച KV അശോകനെതിരെ വഞ്ചിക്കപ്പെട്ട ഇരകൾ നിയമ പോരാട്ടം ഉൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള നിയമ നടപടികളിലൂടെ നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കുന്നതിനുള്ള നടപടി ആരംഭിക്കുമെന്ന് KM ഷാജഹാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാപിറ്റൽ ബോക്സ്, കോവിലകം നിധി ലിമിറ്റഡ്, NBH CBOC, കോർലൈസേഷൻ ട്രെയിനിങ് അക്കാദമി, ഇങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. 3 വർഷം മുൻപ് 10 മാസം കൊണ്ട് ഇരട്ടിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് 25,000 പേരിൽ നിന്ന് കോടിക്കണക്കിന് സമാഹരിച്ചു. വിദേശത്തും ഇവർക്ക് പല ഇടപാടുകളുണ്ട്. ക്യാപിറ്റൽ ബോക്സ് എന്ന കമ്പനി വലിയ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 10 മാസം കൊണ്ട് ഇരട്ടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൂടിയ പലിശയ്ക്കും മറ്റും പണം വാങ്ങി നിക്ഷേപിച്ചവർ ഇട്ട പണം തിരിച്ചു വാങ്ങാൻ ഇവരുടെ ഓഫീസുകൾ കയറിയിറങ്ങുന്നു. 2 വർഷത്തോളമായി KV അശോകൻ ചെയർമാനായി കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനം നടത്തുന്നു. 20 ലക്ഷവും അതിൽ കൂടുതലും ഡെപ്പോസിറ്റ് വാങ്ങിയാണ് നിയമനം. ക്യാപിറ്റൽ ബോക്സ് എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവർ ഇത് തിരികെ ലഭിക്കാൻ കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ചുകൾ തുടങ്ങാനും അതിലേക്ക് സ്റ്റാഫുകളെ നിയമിക്കാനും നിർബന്ധിതരാകുന്നു. ഒരു തട്ടിപ്പില്ലെന്ന മറ്റൊന്നിലേക്ക് സാധാരണക്കാർ വീണുകൊണ്ടിരിക്കുന്നു. ഉന്നത രാഷ്ട്രീയ സ്വാധീനമുണ്ട്. മന്ത്രിമാരായ R ബിന്ദു, K രാജൻ, ജില്ലയിലെ എല്ലാ നേതാക്കന്മാരുമായും രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളുമായും നല്ല ബന്ധമുണ്ടെന്ന് അയാൾ അവകാശവാദം ഉന്നയിക്കുന്നു. അശോകനെതിരെ ശബ്ദിക്കാൻ CPMോ കോൺഗ്രസോ BJPയോ ഇടപെടുന്നില്ല. ആകെ ഇടപെട്ടിട്ടുള്ളത് മുൻ MLA അനിൽ അക്കര മാത്രമാണ്. ഈ പശ്ചാത്തലത്തിൽ KV അശോകനും കൂട്ടരും തട്ടിയെടുത്ത പണം തിരികെ പിടിക്കാനുള്ള പോരാട്ടം ഇരകൾ ആരംഭിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ KM ഷാജഹാൻ, അശ്വതി സുമേഷ്, സാബു തോമസ്, ബാബു വർഗീസ്, റോഷ്നി മാത്യു എന്നിവർ പങ്കെടുത്തു. ഫോഡർ ക്രോപ്പ് ഡെവലപ്മെന്റ് ആർമി 2025 കേരള വെറ്ററിനറി സർവകലാശാല അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഡിസംബർ 12-ന്. അപേക്ഷകർ തൃശൂർ ജില്ലയിൽ സ്ഥിരതാമസമുള്ളവരും 18-നും 60-നും വയസ്സിനുമിടയിൽ പ്രായമുള്ളവരുമായിരിക്കണം. നല്ല കായികക്ഷമതയുള്ള സ്ത്രീ പുരുഷന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാസം തോറും 7,500 രൂപ സ്റ്റൈപ്പൻഡായി ലഭിക്കും. പരിശീലനാർത്ഥികൾ 5,850 രൂപ ഒറ്റത്തവണ ഫീസായി ആദ്യം അടയ്ക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048723700102. പ്രേമപത് റാഫി നിശയും സ്നേഹഗായകൻ പ്രകാശനവും ഡിസംബർ 8-ന് സാഹിത്യ അക്കാദമി ഹാളിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. റാഫി ഗാനങ്ങൾ വിവിധ ഗാനമേളകളിൽ ആലപിച്ച തൃശൂർ ജോസ് എന്ന ഗായകന് തൃശൂർ പൗരാവലി നൽകുന്ന സ്നേഹഗായകൻ പുസ്തകം തേരമ്പിൽ രാമകൃഷ്ണൻ വീണ വിദ്വാൻ അനന്ത പത്മനാഭന് നൽകി പ്രകാശനം ചെയ്യും. ഫുട്ബോൾ കളിക്കാരനായിരുന്ന CD ഫ്രാൻസിസ് അധ്യക്ഷനാകും. സംഗീതജ്ഞരുടെയും വിവിധ സാംസ്കാരിക സംഘടനകളുടെയും കൂട്ടായ്മയായ PK ജോസ് സ്മൃതിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ PMM ഷെരീഫ്, ഡേവിസ് കണ്ണമ്പുഴ, K വിജയരാഘവൻ, MMA റസാഖ്, ഫ്രാങ്കോ ലൂയിസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി ഏരിയ ഒല്ലൂക്കര യൂണിറ്റ് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഒല്ലൂക്കര ബാങ്ക് ഹാളിൽ സമാപിച്ചു. 25ാം യൂണിറ്റ് സമ്മേളനത്തിൽ പ്രസിഡന്റ് TV ബാബു അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഷീജ പ്രഭാകരൻ റിപ്പോർട്ടും ട്രഷറർ രജനി രജനേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പ്രസവാനുകൂല്യം 15,000 രൂപ ഒറ്റത്തവണയായി നൽകണമെന്നും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സമൂഹത്തിലേക്കുള്ള കടന്നുവരവ് തടയണമെന്നും റോഡുകളിലെ അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. അൽഫോൻസ വർഗീസ്, CB രജു, രജനി ശിവദാസ്, ലിൻസി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. TV ബാബു പ്രസിഡന്റും ഷീജ പ്രഭാകരൻ സെക്രട്ടറിയും രജനി രാജേഷ് ട്രഷററുമായുള്ള 21 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. തന്നെ മുന്നോട്ട് പോയപ്പോഴേ സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാ ഭാഗത്തുനിന്നും, എല്ലാ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്നും ഭയങ്കര കുത്തല് നമുക്കാണ്. കാരണം ഒരാൾക്കും പിടികൊടുക്കാനോ നമ്മളെ ആരെ അത് തിരികെ കയറ്റാനോ നമ്മൾ ശ്രമിക്കാറില്ല. നമുക്ക് നമ്മുടേതായ വഴിയുണ്ട്, ആ വഴിയിൽ കൂടെ ക്ലിയറായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എവിടെ ചെന്നൊന്നും നമുക്ക് കാര്യം പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. ഇന്ന് ഈ പൗരസ്ത്യ കൽതായ് സുറിയാനി സഭയുടെ മെൻസ് അസോസിയേഷൻ കേന്ദ്രസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 8 ഞായറാഴ്ച മാർ യോഹന്നാൻ മംദാന പള്ളി സെന്റ് ജോൺസ് ഹാളിൽ വെച്ച് അന്തസ്സോടെ വാർദ്ധക്യം എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ആരോഗ്യം, മാനസിക ക്ഷേമം, സാമൂഹിക നീതി, സാമൂഹിക ശാക്തീകരണം എന്നീ മേഖലകളിൽ ആത്മവിശ്വാസത്തോടെയും അന്തസ്സോടെയും അഭിമുഖീകരിക്കാൻ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നവരെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. സംഘടനാ രക്ഷാധികാരി അഭിവന്ദ്യ മാർ ഔഗ്യൻ കുര്യക്കോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം നിർവഹിക്കും. പ്രസിഡന്റ് റവറൻ ജോസ് വേങ്ങശ്ശേരി കശീശ അധ്യക്ഷനാകും. ക്ലർജി സെക്രട്ടറി റവറൻ KR ഇനാശു കശീശ, അബിജെ പൊന്മണിശ്ശേരി, ട്രഷറർ മറീച്ച് തിമത്തി, ജോയിന്റ് സെക്രട്ടറി ലാലു തോമസ് എന്നിവർ പ്രസംഗിക്കും. റവറൻ ഡോക്ടർ ചാക്കോ ചിറമൽ, ഡോക്ടർ എമിൽ ഡേവിസ്, അഡ്വക്കേറ്റ് പ്രീത R, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് റിമ ജോസഫ്, സാമൂഹിക പ്രവർത്തകൻ പ്രവീൺ ജോർജ് എന്നിവർ വിഷയങ്ങളിൽ സെമിനാർ നയിക്കും. തൃശൂർ സഹൃദയവേദി അവാർഡുകൾ ഭാരവാഹികൾ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. 10 പേർക്കാണ് പുരസ്കാരം. 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് ഓരോ അവാർഡും.
ഡിസംബർ 10, 3, 30 സാഹിത്യ അക്കാദമി ഹാളിൽ E.K. ഭരത് ഭൂഷൺ സമ്മാനിക്കും. ഡോക്ടർ ദിവ്യ എസ് അയ്യർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് ജഡ്ജ് ഡോക്ടർ P.N. വിജയകുമാർ അധ്യക്ഷനാകും. രാവിലെ 9:30 സെമിനാർ A.V. ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. കവി സമ്മേളനവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ജഡ്ജ് ഡോക്ടർ P.M. വിജയകുമാർ, ബേബി മൂക്കൻ, രവി, ഡോക്ടർ ജോർജ് മേനാച്ചേരി, നന്ദകുമാർ ആലത്ത് എന്നിവർ പങ്കെടുത്തു. കുട്ടനല്ലൂരിൽ പെട്ടി ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഡ്രൈവർ മരിച്ചു. കുട്ടനല്ലൂർ മേൽപ്പാലത്തിനു സമീപം ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. വാടാനപ്പള്ളി സ്വദേശി പുത്തൻപുരയിൽ 49 വയസ്സുള്ള ഫൈസലാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. മണ്ണുത്തി ഭാഗത്ത് നിന്ന് വന്നിരുന്ന ഓട്ടോറിക്ഷ ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ ഫൈസലിനെ ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകിട്ടോടെ മരണം സംഭവിച്ചു. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സഹകരണ ഖാദി വകുപ്പ് മന്ത്രിയുമായിരുന്ന CN ബാലകൃഷ്ണന്റെ 6ാം ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, സഹധർമ്മിണി തങ്കമണി ടീച്ചർ, മക്കളായ മിനി ബൽറാം, CB ഗീത, കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ഡിസംബർ 7 ഭക്ത്യാദരപൂർവ്വം ആഘോഷിക്കുന്നു. നടത്തറ, പുത്തൂർ പഞ്ചായത്തുകളിലെ 12 കാവടി സെറ്റുകൾ പങ്കെടുക്കും. അമ്പലക്കാവടി, പൂക്കാവടി, ചെണ്ടുകാവടി, നാദസ്വരം, ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ് എന്നീ വാദ്യഘോഷങ്ങൾ ഉണ്ടാകും. രാവിലെ 10 മണി മുതൽ കാവടി സെറ്റുകളും പാൽക്കുടം എഴുന്നള്ളിപ്പും ശൂലം എഴുന്നള്ളിപ്പും കാവടി ഏന്തി പ്രദക്ഷിണവും ഉണ്ടാകും. ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ആന എഴുന്നള്ളിപ്പുകൾ. വൈകിട്ട് 9 മുതൽ വിവിധ കാവടി സെറ്റുകൾ, പഞ്ചവാദ്യം, എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം സമാപനം. വാർത്താ സമ്മേളനത്തിൽ MN മനോഹരൻ, TG പ്രേമഗോപാലൻ, PK പ്രമോദ്, CN സുധീർകുമാർ, NA സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ദേശീയ യുവജന ദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യുവജനങ്ങൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. ഡിസംബർ അവസാനം കോഴിക്കോട് വെച്ചാണ് മത്സരം. വിജയികൾക്ക് 1ാം സമ്മാനം 15,000 രൂപയും 2ാം സ്ഥാനത്തിന് 10,000-ഉം 3ാം സ്ഥാനത്തിന് 5,000 രൂപയും ക്യാഷ് പ്രൈസും EMS സ്മാരക ട്രോഫിയും നൽകുന്നുണ്ട്. 5 മിനിറ്റാണ് സമയം ലഭിക്കുക. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന 18-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾ ഫോട്ടോ ഉൾപ്പെടെ വിശദമായ ബയോഡാറ്റ official.kvyc.gmail.com എന്ന മെയിൽ ID-യിലോ വികാസ് ഭവനിലുള്ള കമ്മീഷൻ ഓഫീസിൽ തപാൽ മുഖേനയോ എത്തിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2024 ഡിസംബർ 20 ഒളരിക്കര അമ്പാടിക്കുളം സൗന്ദര്യവൽക്കരണം അഴിമതിയോടനുബന്ധിച്ച് കോൺഗ്രസ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോർപ്പറേഷന്റെ അമൃത് നിർമ്മാണ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് TN പ്രതാപൻ. നിർമ്മാണം പൂർത്തീകരിച്ച തൃശൂർ കോർപ്പറേഷൻ ഒളരിക്കര അമ്പാടിക്കുളം സംരക്ഷണ ഭിത്തിയും സൗന്ദര്യവൽക്കരണവും ഒലിച്ചുപോയത് സംബന്ധിച്ച് അടിയന്തരമായി വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അമ്പാടിക്കുളം പരിസരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു. നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് അമ്പാടിക്കുളം സംരക്ഷണ ഭിത്തിയും ടൈൽ വിരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തിയ ഭാഗവും പൂർണ്ണമായി തകർന്ന് കുളത്തിലേക്ക് ഒലിച്ചുപോയത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും അമൃത് പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. തകർച്ചയ്ക്ക് കാരണം നിർമ്മാണത്തിലെ അപാകതയാണ്. അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷനായി. KPCC സെക്രട്ടറി A. പ്രസാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഫ്രാൻസിസ് ചാലിശ്ശേരി, KP രാധാകൃഷ്ണൻ, ബ്ലോക്ക് ഭാരവാഹികളായ PV രാജു, രാമചന്ദ്രൻ പുതൂർക്കര, രാജു കുര്യാക്കോസ്, ആന്റണി കാട്ടുകാരൻ, V. ലീലാകരൻ, AK ആനന്ദൻ, ജോയ്സി ജോസ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സുമേഷ്, കൌൺസിലർമാരായ ലാലി ജെയിംസ്, സുനിത വിനു, മേഫി ഡെൽസൺ, ജീൻസ് തട്ടിൽ, ഹരിത് കല്ലൂപാലം, ഷിബു വേഴപ്പറമ്പിൽ, K. തുളസിഭായ്, ബിജു പെരേപ്പാടൻ, പിച്ചോളി ശങ്കരൻകുട്ടി, PR വിജയകുമാർ, അബ്ദുൾ ഗഫൂർ എന്നിവർ പ്രസംഗിച്ചു. അതിനുശേഷം മാത്രമാണ് സിമെന്റ് ഉപയോഗിച്ചുള്ള നിർമ്മാണം നടത്തി വേണമെങ്കിൽ അതിന് പുറത്ത് വേണമെങ്കിൽ ടൈൽ ഉൾപ്പെടെ ഇടാം. 50 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. 50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിൽ പറയുന്നത് പ്രകാരം കൃത്യമായി പണി നടന്നിരുന്നുവെങ്കിൽ ഈ പണിക്ക് യാതൊരു കോട്ടവും ഉണ്ടാകുമായിരുന്നില്ല. ക്രൂരമായ അഴിമതി ഈ 50 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻ കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ KPCC സെക്രട്ടറി A. പ്രസാദ് ഇന്ന് വിജിലൻസിന്
രേഖാമൂലം പരാതി നൽകിയ വിവരം ഈ സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരെയും അറിയിക്കട്ടെ. മറ്റൊരിടവേള കൂടി. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്: ലേഡീസ് കുർത്തികൾ, ജെന്റ്സ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2024-25 വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിക്കുന്നു. ഫെബ്രുവരി 2025 15-ാം തീയതി വരെ സ്വീകരിക്കും. നിശ്ചിത സമയപരിധിക്ക് ശേഷം അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപ. ജാതി വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് 10% അധിക തുക ലഭിക്കും. സാക്ഷ്യപത്രം നിലവിൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഹാജരാക്കുക. വിദ്യാർത്ഥികൾക്ക് ആധാർ സീഡഡ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. തൃശൂർ മുളയം വില്ലേജ് വളക്കാവ് ദേശത്ത് താഴേക്കാടൻ വീട്ടിൽ ഫ്രാൻസിസ് എന്നയാളെ സെപ്റ്റംബർ 23 മുതൽ നടത്തറ മൈനർ റോഡ് ദേശത്ത് നിന്ന് കാണാതായി. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നവർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 0487245942. BJP മുൻ തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഇ രഘുനന്ദനൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ആക്കിക്ക വിളയെടുത്ത കുടുംബാംഗമാണ്. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ വെച്ചാണ് മരണം. മൃതദേഹം നാളെ ഉച്ചവരെ അക്കിക്കാവിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഭാര്യ BJP മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമ രഘുനന്ദനൻ. മകൻ പരേതനായ കണ്ണൻ. മകൾ അഡ്വക്കേറ്റ് ലക്ഷ്മി. മരുമകൻ അഡ്വക്കേറ്റ് ശ്യാംജിത്ത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി നഗരസഭ ഇടതുഭരണത്തിൽ അഴിമതി വ്യാപകമായതായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് കുമാർ. വയനാടിനോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയിൽ AIYF പ്രവർത്തകർ മണ്ണുത്തിയിൽ പ്രതിഷേധിച്ചു. തൃശൂർ DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റിനെ UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ പ്രഖ്യാപിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി ഏരിയ ഒല്ലൂക്കര യൂണിറ്റ് സമ്മേളനം ഒല്ലൂക്കര ബാങ്ക് ഹാളിൽ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.